ദില്ലിയിൽ സിപിഐ ആസ്ഥാനത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് എത്തും. അജോയ് ഭവൻ സന്ദർശിക്കും. ജനറൽ സെക്രട്ടറി ഡി രാജയുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ദില്ലിയിലെത്തിയപ്പോൾ സഖ്യകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടന്നില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള ദിവസങ്ങളിലായി വിവിധ സഖ്യകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് എത്തി കോൺഗ്രസ് നേതാക്കളുമായും അടക്കമുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുമെന്ന കാര്യം അന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് ആ വിവാദത്തിന് തൽക്കാലമായി അന്ന് പരിസമാപ്തിയിലെത്തിയത്. ഇപ്പോൾ സിപിഐ ആസ്ഥാനത്തേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് എത്തും എന്നുള്ളതാണ് വിവരങ്ങൾ. അജോയ് ഭവൻ സന്ദർശിക്കും, ഡി രാജയുമായി കൂടിക്കാഴ്ച നടത്തും എന്നതടക്കമുള്ള കാര്യങ്ങളിലും ഇപ്പോൾ വാർത്തകൾ വരികയാണ്. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ എപ്പോഴാണ് സന്ദർശനം, എന്താണ് സന്ദർശന ഉദ്ദേശം? അതിൽ കേൾക്കാമോ? തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് സിപിഐ ആസ്ഥാനത്ത് ദില്ലിയിലെ സിപിഐ ആസ്ഥാനത്ത് എത്തും. സിപിഐ ആസ്ഥാനം സന്ദർശിച്ച് മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? എപ്പോഴാണ് സന്ദർശനം? ഉള്ളത് അജോയ് ഭവനിലാണ്. അജോയ് ഭവനിൽ അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ 6 മണി കഴിഞ്ഞേക്കാം. 5:30-ക്ക് എത്തുമെന്നുള്ള അറിയിപ്പാണ് അജോയ് ഭവനിൽ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്ക് അറിയുന്നതാണ്, തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ എത്തിയത് സിപിഐയുടെ കൂടി പിന്തുണ കൊണ്ടാണ്. സിപിഐയുടെ 2 MLA-മാരുടെ പിന്തുണ ലഭിച്ചിരുന്നു. അങ്ങനെയാണ് സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞിരുന്നത്. CPM-ന്റെ പിന്തുണയുണ്ടായിരുന്നു, കോൺഗ്രസിന്റെയും പിന്തുണയുണ്ടായിരുന്നു. ഇപ്പോഴിതാ 2ാമത്തെ തവണയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഇവിടേക്ക് എത്തുന്നത്, ദില്ലിയിൽ എത്തുന്നത്. അതിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതിയൊക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് കോൺഗ്രസ് ഓഫീസിൽ പോവും. കോൺഗ്രസ് ഓഫീസിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും അജോയ് ഭവനിലേക്ക് എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ ഈ അജോയ് ഭവന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ ഒരു സുരക്ഷയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇവിടെ തമിഴ്നാട് പോലീസിലെ ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അകത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല എന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. മാധു, അകത്ത് ഡി രാജയുണ്ട്. സിപിഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജയുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് വിജയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. വിജയ് നാളെ നടക്കുന്ന നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കാനാണ് ദില്ലിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ചില കൂടിക്കാഴ്ചകളാണ് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ DMK അധ്യക്ഷൻ സ്റ്റാലിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഘടകകക്ഷികൾ വെച്ചാണ് നിങ്ങൾ ഭരണം തുടരുന്നത്, വേണമെങ്കിൽ അത് തകർക്കാൻ കഴിയും എന്ന നിലയിൽ, അധികം മുന്നോട്ട് പോകില്ല എന്ന നിലയിലുള്ള പരാമർശങ്ങളൊക്കെ വന്നിരുന്നതാണ്. ആ പശ്ചാത്തലത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ആ നിലയിലുള്ള ഒരു പ്രസക്തി കൂടി ഉണ്ട് എന്ന് പറയാം. അജോയ് ഭവനിൽ 5:30-ക്ക് എത്തും എന്ന അറിയിപ്പ് വന്നിരിക്കുന്നു. ചിലപ്പോഴത് 6 മണി കഴിഞ്ഞേക്കാം എന്ന വാർത്തയും വരുന്നുണ്ട്. ഉപരാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും വിജയ് ഇവിടേക്ക് വരിക. കോൺഗ്രസ് ആസ്ഥാനത്ത് പോയി അവിടെയും ഒരു സന്ദർശനം ഉണ്ടാകും. വളരെ പ്രധാനമാണ്. കൃത്യമായി ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒറ്റയ്ക്ക് വിജയ്ക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോയാൽ ഒറ്റയ്ക്ക് എത്താൻ സാധിച്ചിരുന്നില്ല വിജയുടെ TVKക്ക്. പിന്നാലെ കോൺഗ്രസിന്റെ പിന്തുണ വന്നു. DMKയെ ഉപേക്ഷിച്ച് കോൺഗ്രസ് പിന്തുണ നൽകുന്നു. അപ്പോഴും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പിന്നീട് CPM, CPI ഒപ്പം VCK അങ്ങനെ 3 പാർട്ടികളുടെ പിന്തുണ കൊണ്ടാണ് വിജയ്ക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്ന വസ്തുത നമുക്കറിയാം. അതിൻ്റെ ഒരു നന്ദി പ്രകടനം കൂടിയാകും. തമിഴ്നാട്ടിൽ വെച്ച് അധികാരമേറ്റെടുത്ത ശേഷം, മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം വിജയ് ഈ ആസ്ഥാനങ്ങളിലൊക്കെ പോയിരുന്നു. മുസ്ലിം ലീഗ് ആസ്ഥാനത്ത് പോയിരുന്നു. മുസ്ലിം ലീഗിനും 2 MLA-മാരുണ്ട്. ഏതായാലും ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച ഇതിനെ വിലയിരുത്താം. അല്പസമയത്തിനുള്ളിൽ തന്നെ ഉപരാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ച ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 മണിയോടെ ഇത് സംബന്ധിച്ചുള്ള കൂടിക്കാഴ്ച ഉണ്ടാകും. അതിനുശേഷം കോൺഗ്രസ് ആസ്ഥാനത്ത് പോയ ശേഷമാകും CPI ആസ്ഥാനത്തേക്ക് വിജയ് എത്തുക. മാധു, ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. CPI ആസ്ഥാനത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് എത്തും, ഡി രാജയുമായി കൂടിക്കാഴ്ച നടത്തും. അധികാരമേറ്റെടുത്തതിന് പിന്നാലെ സംസ്ഥാന നേതൃ കാര്യാലയത്തിലേക്ക് വിജയ് അന്ന് എത്തിയിരുന്നു. CPIയുടെയും CPM-ന്റെയും സംസ്ഥാന നേതൃ കാര്യാലയത്തിലേക്ക് എത്തുകയും അവിടെ പുഷ്പാർച്ചന അടക്കം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ വലിയ വാർത്തകളുമായിരുന്നു. ഇപ്പോൾ ദേശീയ നേതാക്കളുമായി കൂടി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുന്നു.